ലൊക്കേഷൻ ഇതാണ്. കൊല്ലം ഇരേപുരം മേഖലയാണ്. ഇപ്പോൾ ഞാനൊരു വൃദ്ധരായ ഒരു അപ്പൂപ്പനുമായിട്ട് ഇച്ചിരി നേരം അപ്പൂപ്പൻ്റെ കൊച്ചു കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൂപ്പൻ്റെ സുഖകാര്യങ്ങൾ. അപ്പൂപ്പ എങ്ങനെയുണ്ട്? സുഖമൊക്കെ തന്നെ? അസുഖം കാര്യമൊക്കെ ഉണ്ടോ? നല്ല അസുഖമുണ്ട്. എങ്ങനെയാ ഈ പെൻഷനൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. പെൻഷൻ എഴുതി കൊടുത്തിട്ടുണ്ടോ? ആധാർ എന്താ ശരിയാകാഞ്ഞേ? കൈ പതിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആധാർ. ഇതിനു മുമ്പുള്ള ആധാർ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. റേഷൻ കാർഡിൽ പേരുണ്ടോ? ഏതെങ്കിലും വസ്തുക്കളുണ്ടോ നിങ്ങളെ പേരിൽ? വസ്തുക്കളുള്ളതിനകത്ത് പേരുണ്ടോ? പേരില്ല. അപ്പോൾ ഈ ഉള്ളതെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൽ പേര് മാത്രമേ ഉള്ളൂ. പഴയ സ്കൂൾ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ വല്ല ചോദിച്ചായിരുന്നു അവർ പുതിയ ആധാർ എടുക്കാൻ? കൊണ്ടു ചെന്ന് കൈ പതിപ്പിച്ചിട്ട്. അപ്പം പെൻഷനൊന്നും കിട്ടിയിട്ടില്ല. അല്ല തൊഴിലാളികളുടെ അല്ല തെങ്ങേറ്റം ഇപ്പം എത്ര വയസ്സുണ്ട്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളെ നാട്ടിലെ ഇപ്പം ഈ ചൂല് ഇവിടെ കൊച്ചി ഇത്രയും വളരെ പ്രായം ചെന്നെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലെ ഇവിടെ പണിയെടുക്കുക ഇപ്പോഴും. ഇപ്പം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം ഒന്ന് പൊതിച്ചാട്ടോ, തേങ്ങ പൊതിച്ചെന്ന് രംഗം കാണട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ബംഗാളികൾ നമ്മുടെ ലോകത്ത് എല്ലാ ജോലിയും ചെയ്യുമ്പോൾ നമ്മളെ മലയാളികൾ ജോലി ചെയ്യുന്നില്ല. വയ്യെങ്കിലും പുള്ളിക്കാരൻ തേങ്ങ പൊതിക്കുന്ന ആ ദൃശ്യങ്ങളാണ്. വീട്ടിൽ ഇന്നും ജോലി ചെയ്യാനുള്ള മനസ്സ്. ഇദ്ദേഹത്തിന് ആരോഗ്യമില്ല, അദ്ദേഹത്തിന് മനസ്സുണ്ട് ഇങ്ങനെയാണ് ജോലി ചെയ്യാൻ. ആ തെങ്ങേറ്റക്കാരൻ്റെ പൊതുപ്പൊന്ന് കാണാനുള്ളതാകട്ടോ. അദ്ദേഹം മണ്ണിൽ ഏതാണ്ട് കത്താൾ മണ്ണിൽ തറയിൽ കൊള്ളിച്ച് തന്നെ തേങ്ങ പൊതിക്കുമ്പോഴും തേങ്ങ മണ്ണിൽ നിർത്തി തന്നെയാണ് പൊതിക്കുന്നത്. വയ്യെങ്കിലും ആ പഴയ വർമ്മ കക്ഷിയാണ്, ആ പൊതുപ്പുകാരനാണ്. പക്ഷേ ആ പഴയ ആ തന്ത്രം കൊണ്ട് പൊതിയുന്നു മാത്രമല്ല, അവിടെ ആരോഗ്യമല്ല നാക്ക്. കയ്യിലൊന്നും കൊള്ളരുത്. ഇല്ല, നോക്കി വേണം. നമുക്കറിയാണ്ട ഭയങ്കര പണി നടത്തുക. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഈർക്കിലിരിക്കുന്നു, തേങ്ങ പൊതിക്കുന്നു. എന്തായാലും ഈ വൃത്തനായ വ്യക്തിക്ക് പെൻഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ നൗഷാദ് ML അല്ലെങ്കിൽ പ്രിയപ്പെട്ട നൗഷാദ് ML തന്നെ അറിയട്ടെ, വാർഡിൻ്റെ ML അല്ലേ. നമ്മൾ നല്ലൊരു കാര്യങ്ങൾ ഇങ്ങനെയുള്ളവരെയൊക്കെ അറിയണം. എന്തായാലും തീർച്ചയായിട്ടും ഇദ്ദേഹം അടുത്ത് വരുമെങ്കിൽ അത് കാര്യം സാധിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അപ്പൂപ്പ, നീ നമുക്ക് കാണാം. 78 വയസ്സില്ലേ? കാലിൻ്റെ വിരലിൻ്റെ നഗരൊക്കെ വെട്ടണം. വിരലിൻ്റെ നഗര് വെട്ടണം, ഈ കാലിൻ്റെ വെട്ടണം. മക്കളടുത്ത് പറയണം വെട്ടിത്തരാൻ. മോളെ വെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പൂപ്പനെ ചുവന് നോക്കണം കേട്ടോ. നോക്കിക്കോളൂ. ഇപ്പൊ ഇവിടെ ഇന്നലെ കൊണ്ടുപോയേ കൊച്ചുമോൻ എങ്ങനെയാ ആള്? പാവമാണ് ആള്. പിന്നെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നേ? കഴിക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. എന്തായാലും അപ്പൂപ്പനെ മോനെ തിരിച്ചു കൊണ്ടുവരേ. ഞാൻ കൊണ്ടുവരാം. ഒരു മാസം ഒന്ന് നിൽക്കട്ടെ, ഇച്ചിരി ഒന്ന് സൈലന്റ് ആവട്ടെ കേട്ടാ. ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഞാനല്ല, എന്നെ സാറേ ഒന്നും വിളിക്കണ്ട. എന്നെ മോനെ ഒന്ന് വിളിച്ചേ. എന്നെ മോനെ ഒന്ന് വിളിച്ചേ. കൊണ്ടുവരാം. അച്ഛനും നിങ്ങൾക്കൊക്കെ സ്നേഹം. പക്ഷെ ഇച്ചിരി ഒന്ന് മാറട്ടെ കേട്ടോ. അത് കൊണ്ടുവരും. കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് അവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒത്തിരി എല്ലാവരും ഉണ്ട് കൂടെ. ഇന്ന് വിളിച്ചവരൊക്കെ നല്ല ഫുഡൊക്കെ കൊടുക്കാൻ പറയാം. ഒരു മാസത്തിനകത്ത് വെച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന്. വിഷമിക്കായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ ശരി. അപ്പോൾ ഓക്കെ, താങ്ക് യു.